ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ കുറേയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോവുക? ഇപ്പോൾ നിങ്ങൾ റോഡിൽ പോവുകയാണെന്നിരിക്കട്ടെ, യാത്ര ചെയ്യുന്നു. ഒരാൾ ഓവർടേക്ക് ചെയ്ത് വരികയാണ്. നിങ്ങൾ അല്പം സാവധാനം പോകുന്നു എന്നിരിക്കട്ടെ. ആ ഓവർടേക്ക് ചെയ്തവൻ അവിടെ വണ്ടി നിർത്തി നിങ്ങളെ കുറേ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ നിങ്ങളുടെ മാതാപിതാക്കളെ അസഭ്യം പറയുന്നു. നമ്മൾ മനുഷ്യരായതുകൊണ്ട് പ്രതികരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതികരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്നറിയാമോ? അവൻ്റെ മനസ്സിലെ ആ ചെളി അല്ലെങ്കിൽ ആ വൃത്തികേട് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുകയാണ്. പകരം ഒരു പുഞ്ചിരിയോട് അത് നേരിടുകയാണെങ്കിലോ അവൻ എളിഭ്യനായി പോവും. പിന്നെ നമുക്കറിയാം, കലികാലത്തിൽ നമ്മളെ ഭരിക്കുന്നവർ അല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ള ധനാഢ്യരും അതുപോലെ തന്നെ ഭരണകർത്താക്കളും ഒക്കെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് രാജാക്കന്മാരും രാജപുത്രിമാരും അതുപോലെ തന്നെ രാജ്ഞിമാരും ഒക്കെയായിട്ട് വിലസുന്ന ഒരു കാലമാണ്. അവർക്ക് മുന്നിൽ പാവങ്ങളായ നമുക്കെന്ത് വില? നമ്മൾ കഴിയുന്നതും അവരോട് ഏറ്റുമുട്ടാതിരിക്കുക. കാരണം അവിടെ ക്ഷീണം നമുക്കാണ്. നമ്മുടെ പണി പോവും, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ജയിൽവാസമോ അങ്ങനെയുള്ള ശിക്ഷകളോ അനുഭവിക്കേണ്ടതായിട്ട് വരും. ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് വളരെയധികം ദുരിതങ്ങളായിരിക്കും ഉണ്ടാവുക, യുദ്ധങ്ങളുണ്ടാവും, പരസ്പരം വിശ്വാസം കാണില്ല, ബലിഷ്ഠൻ എല്ലാവരെയും ഭരിക്കാൻ തുടങ്ങും, അവൻ്റെ മനസ്സ് മുഴുവൻ പാപമായിരിക്കും, തിന്മയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അസുരന്മാരോട് നമ്മൾ ഏറ്റുമുട്ടേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊന്ന് താന്നു കൊടുക്കുക, ഒരു ചിരി, ഉള്ളിലൊരു ചിരി ചിരിക്കുക. ആ ചിരി പരിഹാസത്തിൻ്റേതായിരിക്കും, പക്ഷെ അത് പുറത്ത് കാണിക്കരുത്. പ്രത്യേകിച്ചും ഈ ഉയർന്ന തലത്തിലിരിക്കുന്ന ആ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ രാജ്യതന്ത്രജ്ഞ ഒരു സ്ത്രീയാണെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ വൃത്തികെട്ട ചേഷ്ടകൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കോടതി കയറ്റാം, ജയിലിലിടാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് സമത്വമെന്നോ നന്മയെന്നോ പറയുന്ന കാര്യത്തിന് വളരെ വിലയില്ല. സ്വയം നമ്മുടെ മനസ്സിനകത്ത് നന്മ നിറയ്ക്കുക. എന്നിട്ട് പാവം നമ്മൾ മനുഷ്യർ, സാധാരണക്കാർ, അടിമകളാണ് നമ്മൾ, അല്ലേ? ഞങ്ങൾ അടിമകളല്ല എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് പുറത്തൊന്ന് അഭിനയിക്കുക. അല്പമൊക്കെ ബഹുമാനത്തോടെ ഈ ധാർഷ്ട്യം നിറഞ്ഞു വരുന്നവരോട് കാണിക്കുക. നമ്മൾ വികാരജീവികളാണ്. നമ്മുടെ വികാരങ്ങൾ അടിച്ചമർത്തിയാൽ നമുക്ക് ബ്ലഡ് പ്രഷറും മറ്റുമൊക്കെ കൂടി നമുക്ക് ഹാർട്ടിന് അസുഖം വരാം. പക്ഷേ എന്ത് ചെയ്യാൻ? ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ പ്രതികരിച്ചാൽ അതിനിരട്ടി നഷ്ടം നമുക്ക് തന്നെ വരും. ഓർക്കുക, ഇത് കലികാലമാണ്, അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നത് പോലെ അന്ത്യക്രിസ്തുവിൻ്റെ വരവ് കാത്തിരിക്കുന്ന ആ കാലമാണ്. ഓർക്കുക, അല്പമൊക്കെ റിലീജിയസ് ആവുക. മെഡിറ്റേഷനിലൂടെയും മറ്റുമൊക്കെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ചൊക്കെ പഠിക്കുക. ഓക്കെ.